സ്വർണ്ണക്കടത്ത് കേസിൽ യുവാക്കളെ കൊന്ന് കുണ്ടംകുഴിയിൽ കുഴിച്ചുമൂടിയ സംഭവത്തിൽ അറസ്റ്റിലായ പ്രതികളെ തെളിവെടുപ്പിനായി കർണാടക പോലീസ് ഉദുമ സബ് രജിസ്ട്രാർ ഓഫീസിൽ എത്തിച്ചു. വൈകിട്ട് 4 മണിയോടെയാണ് പ്രതികളെ തെളിവെടുപ്പിനായി ഉദുമ സബ് രജിസ്ട്രാർ ഓഫീസിൽ കൊണ്ടുവന്നത്. സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് 2 യുവാക്കളെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതികളെ ഉദുമയിലെത്തിച്ച് കർണാടക പോലീസ് തെളിവെടുത്തു. കള്ളക്കടത്തിലെ കണ്ണികളായ തലശ്ശേരി സൈതാർപള്ളി സ്വദേശി നഫീർ, കോഴിക്കോട് കുറ്റിച്ചിറയിലെ ഫാഹിം എന്നിവരാണ് മംഗലാപുരത്തെ വാടക വീട്ടിൽ കഴിഞ്ഞ ആഴ്ച കൊല്ലപ്പെട്ടത്. യുവാക്കളെ കൊലപ്പെടുത്തിയ ശേഷം കുണ്ടംകുഴിയിൽ കുഴിച്ചിടാൻ വേണ്ടി കഴിഞ്ഞ 2 മാസം മുൻപ് വാങ്ങിയ 10 സെന്റ് സ്ഥലം രജിസ്റ്റർ ചെയ്തത് ഉദുമ സബ് രജിസ്ട്രാർ ഓഫീസിലായിരുന്നു. ഇതിന്റെ തെളിവെടുപ്പിനാണ് പ്രതികളായ ചെർക്കളയിലെ മുഹമ്മദ് മുനവർ സനാഫ്, വിദ്യാനഗറിലെ മുഹമ്മദ് ഇർഷാദ്, മുഹമ്മദ് സഫ്വാൻ എന്നിവരെ മംഗലാപുരം പോലീസ് വെള്ളിയാഴ്ച വൈകിട്ട് 4 മണിയോടെ ഉദുമയിലെത്തിച്ചത്. പ്രതികളെ ഉദുമ സബ് രജിസ്ട്രാർ ഓഫീസിൽ കൊണ്ടുവന്ന വിവരമറിഞ്ഞ് 100 കണക്കിന് ആളുകൾ തടിച്ചുകൂടി. ഉദുമ സബ് രജിസ്ട്രാർ ഓഫീസിൽ നിന്നും അന്വേഷണ സംഘം വിവരങ്ങൾ ശേഖരിച്ചു. മരുതടുക്കത്തെ ദാമോദരന്റെ ഭാര്യ കാർത്തിയായനിയിൽ നിന്നും 75,000 രൂപ വില നിശ്ചയിച്ച് 10 സെന്റ് സ്ഥലം പ്രതി മുഹമ്മദ് മുനവർ സനാഫ് വാങ്ങുകയായിരുന്നു. എന്നാൽ ആധാരത്തിൽ വില 35,000 രൂപ മാത്രമേ കാണിച്ചിട്ടുള്ളൂ. ഇക്കഴിഞ്ഞ മെയ് 15 വ്യാഴാഴ്ചയാണ് 24/03/A1K സർവേ നമ്പറിലുള്ള ഈ സ്ഥലം മുഹമ്മദ് മുനവർ സനാഫിന്റെ പേരിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ആധാരം തയ്യാറാക്കിയ എഴുത്തുകാരനെയും അന്വേഷണ സംഘം ചോദ്യം ചെയ്തു. രജിസ്ട്രേഷനായി ആധാരം തയ്യാറാക്കാൻ പ്രതികൾ 3 പേരും വന്നതായി ഇയാൾ പോലീസിന് മൊഴി നൽകി. സാധാരണ രജിസ്ട്രേഷൻ കഴിഞ്ഞ് 10 ദിവസത്തിനകം ആധാരത്തിന്റെ ഒറിജിനൽ കോപ്പി ഉടമസ്ഥൻ രജിസ്റ്റർ ഓഫീസിൽ നിന്ന് വാങ്ങാറുണ്ട്. എന്നാൽ 2 മാസം കഴിഞ്ഞിട്ടും ഈ സ്ഥലത്തിന്റെ ആധാരം വാങ്ങാൻ പ്രതി എത്തിയിരുന്നില്ല. ഇതേ തുടർന്ന് ആധാരം എഴുതി തയ്യാറാക്കിയ എഴുത്തുകാരൻ സൂക്ഷിച്ചു വെക്കുകയായിരുന്നു ആധാരം. ഇത് അന്വേഷണ സംഘം കൊണ്ടുപോയി. 2 വാഹനങ്ങളിലായിട്ടാണ് അന്വേഷണ സംഘം ഉദുമ രജിസ്ട്രാർ ഓഫീസിലേക്ക് പ്രതികളെ കൊണ്ടുവന്നത്.